ഇരു കരങ്ങളിലും ഓരോ വലിയ പെട്ടികളും തൂക്കിക്കൊണ്ട് ഡോണ അനായാസം നടന്നു പോകും. ആ രൂപം നോക്കിക്കൊണ്ടവൻ നിന്നുപോയി. ആരോഗ്യമുള്ള പുരുഷനായ തനിക്ക് പോലും ഇത്ര ആയാസരഹിതമായി തന്റെ ഭാരമുള്ള പെട്ടികൾ എടുക്കാനാവില്ല. അവൾക്ക്, ആ ഡോണയ്ക്ക് എന്തൊരു കരുത്താണ്! പാതി തളർന്നുപോയ ശരീരവുമായി വീട്ടിലൊറ്റയ്ക്ക് അമ്മച്ചി കിടപ്പായി. അമ്മച്ചിയെ ശുശ്രൂഷിക്കുവാനായിട്ട് ഒരു റോബോട്ടിനെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് അച്ചായി ടെലിഫോണിലൂടെ പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ കരുതിയത് ഉരുളുകൾ ഘടിപ്പിച്ച ഷൂസും ആന്റിനെ ഉറപ്പിച്ച ഹെൽമറ്റും സന്ധിവാതമേറ്റതുപോലുള്ള ചലനങ്ങളുമേ ഞാൻ പ്രതീക്ഷിച്ചുള്ളൂ. പക്ഷേ ഇവിടെ നടന കളേബരവും സ്ഫടിക കൂട്ടിലിണക്കിയൊരുക്കിയ സാലഭഞ്ജികയെ പോൽ, സ്ഫടിക കൂട്ടിലിണക്കിയൊരുക്കിയ സാലഭഞ്ജികയെ പോൽ, ഇവളൊരു സാലഭഞ്ജികയെ പോൽ. മോനെ റിച്ചി, അല്ല നീ ആരെയാ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ? അവൻ ആ വേണീഭരമൊക്കെ നോക്കി അങ്ങനെ ആസ്വദിക്കല്ലേ. മകന്റെ ശ്രദ്ധ മുഴുവൻ ഡോണയിലാണെന്ന് മനസ്സിലാക്കിയ വൃദ്ധ പറയുന്നു, എന്ന് അവളാ എനിക്കല്ല. എനിക്ക് പിന്നെ ആരാ ഉള്ളത്? നീ അമേരിക്കയിൽ ഗവേഷണ വിദ്യാർത്ഥി, നിന്റെ അച്ചായിയോ ജപ്പാനിൽ യന്ത്രമനുഷ്യനെ ഉണ്ടാക്കുന്ന ശാസ്ത്രജ്ഞൻ. അവന്റെ കെട്ടിയോളും പിള്ളേരുമെല്ലാം അവിടെ താമസം. ഇന്ന് ഈ ഡോണ മാത്രമാണ് എനിക്കൊരാശ്വാസം. ശരിയാണ്, അമ്മച്ചിയുടെ കൈത്തണ്ടിൽ മുറുക്കമുള്ളൊരു സ്വർണ്ണവള പോലെ പറ്റിച്ചേർന്ന് കിടക്കുന്നൊരു ട്രാൻസ്മിറ്റർ. ഈ ട്രാൻസ്മിറ്ററിലൂടെ അമ്മച്ചിയുടെ ചിന്താതരംഗങ്ങൾ നിരന്തരം ക്രോഡീകരിക്കപ്പെട്ട് ഡോണയുടെ റിസീവറിലേക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അമ്മച്ചിയുടെ ആവശ്യങ്ങളെക്കുറിച്ച് ഡോണ എല്ലായ്പ്പോഴും ബോധവതിയാകുന്നു. ദുഃഖവും വിശപ്പും ദാഹവും എന്തിന് വിസർജിക്കുവാനുള്ള തോന്നൽ പോലും അവൾ അറിയുന്നു. ചുരുക്കി പറഞ്ഞാൽ അമ്മയുടെ ശരീരത്തിൽ നിന്നും പുറത്തെടുത്തു വച്ചിരിക്കുന്ന മറ്റൊരു മനസ്സ്. അതാണ് ഡോണ. റിച്ചിക്ക് അവന്റെ അച്ചായിയെക്കുറിച്ച് വല്ലാത്തൊരു അഭിമാനം. വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ടുപോയ അമ്മച്ചിക്ക് ഇത്ര നല്ലൊരു സഹവർത്തിത്വം തരപ്പെടുത്തിയല്ലോ. തനിക്കോ ജ്യേഷ്ഠനോ പോലും അമ്മയുടെ ഈ അവസ്ഥയിൽ അമ്മയോടൊപ്പം താമസിക്കാനോ പരിചരിക്കാനോ കഴിഞ്ഞില്ല. ഞങ്ങളെ അമ്മ എത്ര കഷ്ടപ്പെട്ടായിരിക്കും വളർത്തിയത്. രാവിലെ വിളിച്ചുണർത്തി കുളിപ്പിച്ച് ആഹാരം തന്ന് ഡ്രസ്സ് ചെയ്യിപ്പിച്ച് സ്കൂളിലേക്ക് പറഞ്ഞയക്കും. ഞങ്ങൾ വഴി മറയുന്നതുവരെ വാതിൽപ്പടിയിൽ നിന്ന് അമ്മ നോക്കി നിൽക്കും. അവൻ്റെ ഉള്ളിൽ ഇപ്പോഴും വാടാമല്ലി പോലെ പൂത്തുലയുന്ന ആ ബാല്യകാലം വിടരുകയാണ്. പൊന്നുഷസന്ധ്യയും അന്തിയും ചെങ്കതിർ ചിന്നിച്ചിരിക്കുന്ന പൂർവകാലം. പൊന്നുഷസന്ധ്യയും അന്തിയും ചെങ്കതിർ ചിന്നിച്ചിരിക്കുന്ന പൂർവകാലം. നിഷ്കളങ്കത്വമോടൊത്തിരി കൂട്ടുകാർ എന്നും ആ പുഴവക്കിലോടിയെത്തും. നിഷ്കളങ്കത്വമോടൊത്തിരി കൂട്ടുകാർ എന്നും ആ പുഴവക്കിലോടിയെത്തും. ഏതാണ് ആ പുഴ? ഒരുപക്ഷെ ഇത്തിക്കര പുഴയായിരിക്കാം. അവിടെ ചെന്നാലോ ചുറ്റുപാടും വെള്ളം നിറഞ്ഞു കിടക്കുന്ന പാടം, പാടം നിറയെ ആമ്പൽപ്പൂക്കളും. എല്ലാവരും കൂട്ടത്തോടെ എടുത്തൊരു ചാട്ടം. പിന്നെ ഊളിയിട്ട് അങ്ങനെ അകലെ അവിടെ നിന്നും തെഴുപ്പും കരുത്തുമുള്ള ആമ്പൽപ്പൂക്കളും പറിച്ച് ഒരു വലിയ കെട്ടാക്കി ഒരു ഫ്ലവർ വേസ് പോലെയാക്കി ഇങ്ങ് കരയിൽ. നീളെ നിറഞ്ഞു വിരിയുമാമ്പൽ പൂക്കൾ നീളൻ തണ്ടോടെ പിഴുതെടുക്കും. നീളെ നിറഞ്ഞു വിരിയുമാമ്പൽ പൂക്കൾ നീളൻ തണ്ടോടെ പിഴുതെടുക്കും. നീന്തിത്തുടിച്ചും കളിച്ചും ചിരിച്ചവർ സല്ലപിക്കുന്നോണക്കാലമായാൽ.
നീന്തി തുടിച്ചും കളിച്ചും ചിരിച്ചവർ സല്ലപിക്കുന്നോണക്കാലമായാൽ. പൂക്കളും പിഴുതെടുത്തുകൊണ്ട് വന്നാലോ അതിൽ ചിലതിൻ്റെ തണ്ട് ചെറുതായിട്ടൊടിച്ച് വരിഞ്ഞ് മുത്തു കോർത്തതുപോലൊരു മാലയുണ്ടാക്കും. മാല കൊരുക്കുന്ന നേരത്ത് ആരെയെങ്കിലും ഇഷ്ടപ്പെട്ട പെണ്ണിനെ മനസ്സിൽ സങ്കല്പിക്കും. ഓണമിങ്ങ് വന്നാലോ അത്തം മുതൽ 10 ദിവസം പൂക്കളമിടണം. അതിനായിട്ട് അതിരാവിലെ മഞ്ഞുറയും മുമ്പേ എഴുന്നേൽക്കും. ഒരു ചേമ്പില നുള്ളിയെടുത്ത് ഒരു കുമ്പിളുണ്ടാക്കും. ഇടവഴിയിലെത്തുമ്പോഴേക്കും കൂട്ടുകാരെല്ലാം ഒത്തുകൂടും. പിന്നെ ഒരു യാത്രയാണ്, പൂക്കളത്തേടിയുള്ള യാത്ര. പൂവേ പുലിയും പാടിക്കൊണ്ട് എത്ര തരം പൂക്കളാണ് വിടർന്ന് വിരിഞ്ഞ് അങ്ങനെ മാടി മാടി വിളിക്കുന്നത്. അല്ലിയുമില്ലിയും പൂമുല്ലവല്ലിയും നെല്ലിയും മല്ലിയും പൂവണിഞ്ഞേ, അത്തയുമിത്തിയും ചെത്തിച്ചെടികളും പുത്തനിലഞ്ഞിയും പൂവണിഞ്ഞേ, പുത്തനിലഞ്ഞിയും പൂവണിഞ്ഞേ. അല്ലിയുമില്ലിയും പൂമുല്ലവല്ലിയും നെല്ലിയും മല്ലിയും പൂവണിഞ്ഞേ, അത്തയുമിത്തിയും ചെത്തിച്ചെടികളും പുത്തനിലഞ്ഞിയും പൂവണിഞ്ഞേ, പുത്തനിലഞ്ഞിയും പൂവണിഞ്ഞേ. അല്ലിപ്പൂ, മുല്ലപ്പൂ, അത്തിപ്പൂ, ചെത്തിപ്പൂ, അങ്ങനെ എത്ര തരം. ഇന്ന് അവയെല്ലാം വാണിജ്യ പുഷ്പങ്ങളായി മാറി. കേരളത്തിന്റെ ഗ്രാമപ്രകൃതിയെ സുഗന്ധമണിയിച്ചിരുന്ന അവയെല്ലാം ഇന്ന് പമ്പ കടന്നിരിക്കുന്നു. എല്ലാം പണം കൊടുത്ത് വാങ്ങേണ്ടുന്ന ഗതികേടിലായി മലയാളി. അല്ലിയുമില്ലിയും പൂമുല്ലവല്ലിയും നെല്ലിയും മല്ലിയും പൂവണിഞ്ഞേ, അത്തയുമിത്തിയും ചെത്തിച്ചെടികളും പുത്തനിലഞ്ഞിയും പൂവണിഞ്ഞേ, പുത്തനിലഞ്ഞിയും പൂവണിഞ്ഞേ. പള്ളിക്കൂടത്തിലേക്കുള്ള യാത്രയാ വീണ്ടും രസം. കാളവണ്ടിയുടെ പിന്നിൽ തൂങ്ങി പിടിച്ചുകൊണ്ട് ഒത്തിരി കൂട്ടുകാരോടൊപ്പം. മഴക്കാലത്താണ് മറ്റൊരു പ്രശ്നം, ആർക്കും കുടയില്ല. ഒരു വാഴയിലെയോ ചേമ്പിലെയോ കൈയോടുകൂടി അങ്ങ് വെട്ടിയെടുക്കും. കുടയായി പിടിച്ചുകൊണ്ടൊരു പോക്ക്. പള്ളിക്കൂടത്തിലെത്തുമ്പോഴേക്കും ആകെ നനഞ്ഞു കുതിർന്നിരിക്കും ശരീരമാകെ. വീട്ടിൽ ഒരു കുട കാണും, ഒരു കാലൻ കുട. കാലന്റെ കുടയല്ല കേട്ടോ. ചില ആരുവച്ച കിളവന്മാർ, അപ്പൂപ്പന്മാർ അവർ വീട്ടിലുണ്ടാവും. അവരുടെ കയ്യിലിരിക്കുമ്പോൾ ഇതൊരു പക്ഷേ കാലൻ കുടയായേക്കാം. പുഴയും വയലും തോടും താമരക്കുളവും ഒക്കെ ചേർന്ന പള്ളിക്കൂടക്കാലം. ഇന്നത്തെ കുട്ടികൾക്ക് ഇതൊക്കെ ഉണ്ടോ? ഏതായാലും റിച്ചിയുടെ പൂർവ്വകാലം, സ്കൂൾ വിദ്യാഭ്യാസ കാലം അനുഭവ സമൃദ്ധിയാൽ നിറഞ്ഞതായിരുന്നു. കാലമെന്നേറെ മാറിയിരിക്കുന്നു. വീട്ടുജോലിക്കാരുടെ ദൗർലഭ്യമാണ് ഇവിടെ. ആരെയും കിട്ടാനില്ല. പരിചയസമ്പന്നരായ ഹോം നഴ്സുമാരെയും കിട്ടാനില്ല. അഥവാ ആരെയെങ്കിലും ഒത്തുകിട്ടിയാലും എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? വീട്ടുടമയായ വൃദ്ധയെ കഴുത്ത് ഞെരിച്ചു കൊന്നും തലക്കടിച്ചു കൊന്നും എന്നൊക്കെയുള്ള എത്രയെത്ര വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മുടെ ഡോണ അനുനിമിഷം അതിസൂക്ഷ്മതയോടിന്നവളാ വീട്ടിൽ അതികൗതുകമതിവേലകൾ ചെയ്യുന്നതിവേഗം. അനുനിമിഷം അതിസൂക്ഷ്മതയോടിന്നവളാ വീട്ടിൽ അതികൗതുകമതിവേലകൾ ചെയ്യുന്നതിവേഗം. ഒന്നിച്ചങ്ങൊട്ടേറെ കാര്യം തലയിൽ ചുമന്നു നടക്കും, ഒന്നിച്ചങ്ങൊട്ടേറെ കാര്യം തലയിൽ ചുമന്നു നടക്കും. മർത്യസ്വഭാവം മത്സരദ്വേഷം യന്ത്രങ്ങൾക്കില്ല, മർത്യസ്വഭാവം മത്സരദ്വേഷം യന്ത്രങ്ങൾക്കില്ല, യന്ത്രങ്ങൾക്കില്ല, യന്ത്രങ്ങൾക്കില്ല. ഒരു ട്രെയിൽ ചായക്കുള്ള വകയൊക്കെ നിരത്തി വെച്ച് ഇതാ ഡോണ അമ്മയ്ക്കരികിലെത്തുന്നു. കഴുകി ഉണക്കി വച്ചിരിക്കുന്ന സിറാമിക് കപ്പിൽ ടീ ബാഗ് ഇട്ടു. ഫ്ലാസ്കിൽ നിന്നും ചൂടുവെള്ളം പകർന്നു. പഞ്ചസാരയുടെ ചതുര കഷ്ണങ്ങൾ കോരിയിട്ടു. അതലിയുവോളം കരണ്ടി കൊണ്ടിളക്കി. ചൂട് പാല് ചേർത്ത് ചായ കൂട്ടുന്ന ഡോണയുടെ ചലനങ്ങൾ വളരെ കൗതുകത്തോടെ റിച്ചി നോക്കിക്കൊണ്ടിരുന്നു. മറ്റേതൊരു പെൺകുട്ടിയായിരുന്നാലും ശരി, തീർച്ചയായും ഇതിലേറെ ചിട്ടയായി ചായ ഉണ്ടാക്കാൻ കഴിയുമായിരുന്നില്ല. സൂക്ഷ്മതയോടെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ മനുഷ്യരെക്കാൾ പാടവം യന്ത്രങ്ങൾ കാണും. കാരണം മനുഷ്യരെ പോലെ
പല പല കാര്യങ്ങൾ ഒന്നിച്ച് തലയിലേറ്റി നടക്കുന്ന ശീലം യന്ത്രങ്ങൾക്കില്ലല്ലോ. ഒന്നിച്ചങ്ങൊട്ടേറെ കാര്യം തലയിൽ ചുമന്നു നടക്കും, ഒന്നിച്ചങ്ങൊട്ടേറെ കാര്യം തലയിൽ ചുമന്നു നടക്കും. മർത്യസ്വഭാവം മത്സരദ്വേഷം യന്ത്രങ്ങൾക്കില്ല, മർത്യസ്വഭാവം മത്സരദ്വേഷം യന്ത്രങ്ങൾക്കില്ല, യന്ത്രങ്ങൾക്കില്ല, യന്ത്രങ്ങൾക്കില്ല. ചൂട് ചായ കുടിച്ചുകൊണ്ടിരിക്കവേ റിച്ചിയുടെ മനസ്സിൽ ഡോണയോട് ഒരിഷ്ടം തോന്നി. കുളിച്ചു തോർത്താനുള്ള ടവലും ഉടുത്തുമാറാനുള്ള വസ്ത്രങ്ങളും റിച്ചിയുടെ മുറിക്കുള്ളിൽ കൊണ്ടുവച്ചിട്ട് ഡോണ മടങ്ങിപ്പോയി. അവൾ പോയി കഴിഞ്ഞിട്ടും സുഖമുള്ളൊരു നേർത്ത സുഗന്ധം അവിടെയെങ്ങും തങ്ങി നിൽക്കുന്നത് പോലെ. അതോ തനിക്കെങ്ങനെ തോന്നിയതാണോ? അങ്ങനെ ഒരു സ്വഭാവമുണ്ട് മനുഷ്യനെ. മറ്റാർക്കും കാണാൻ കഴിയാത്ത ചില ഗുണങ്ങൾ ചിലർക്ക് ചിലരിൽ കണ്ടെത്താൻ കഴിയും. അല്ലായിരുന്നെങ്കിൽ ആ ഡെസ്റ്റമന ഒഥല്ലോയെ പ്രേമിക്കുമായിരുന്നു. ലോകസുന്ദരികളുടെയും സുന്ദരന്മാരുടെയും നാടാണല്ലോ വെനീസ്. വെനീസിലെ ബ്രബാൻഷിയോ പ്രഭുവിൻ്റെ പുത്രി വിശ്വൈക സുന്ദരി ഡെസ്റ്റമന. ആഫ്രിക്കയിൽ അപരിഷ്കൃതമായ മൂർ വംശത്തിൽ ജനിച്ച ഒഥല്ലോ കണ്ടാൽ ആരും അറച്ചു പോകുന്ന രൂപം, തടിച്ചു മലർന്ന ചുണ്ടുകളും ചപ്പിയ മൂക്കും സ്പ്രിങ് പോലെയുള്ള മുടിയും, ആകെ വികൃതമായ ഒരു രൂപം. നമ്മുടെ ആദരണീയനായ കാതിക സമ്രാട്ട് വി സാംബശിവൻ സാർ പറഞ്ഞതുപോലെ കറുത്ത വാമിൻ്റെ അർദ്ധരാത്രിക്ക് ജനിച്ചതുപോലെ. ഡെസ്റ്റമനയ്ക്ക് എന്തുകൊണ്ട് ഒഥല്ലോയോട് ഇഷ്ടം തോന്നി? ഒരു പെൺകുട്ടിയെ ആകർഷിക്കുന്ന ഒരു ഘടകങ്ങളും ഒഥല്ലോയിലില്ലല്ലോ. പക്ഷേ മറ്റാർക്കും കാണാൻ കഴിയാത്ത ഒരു സവിശേഷത അത് ഡെസ്റ്റമന കണ്ടെത്തി. അതാണ് കാരണം. മറിച്ച് ഒഥല്ലോയുടെ മാനസികാവസ്ഥയെ പരിശോധിച്ചു നോക്കൂ. ഒരിക്കലും ഒരു വിവാഹത്തെക്കുറിച്ച് ആലോചിച്ചിട്ടേ ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഒഥല്ലോ. ധാരാളം ഉത്തരവാദിത്തങ്ങളുള്ളൊരു മനുഷ്യൻ. പക്ഷേ ഡെസ്റ്റമനയുമായുള്ള മാനസിക ഐക്യത്തെക്കുറിച്ച് ഒഥല്ലോ പറയുന്നത്, പേലവചിത്തയാം ഓമന ഡെസ്റ്റമൻ ജീവന്റെ ജീവനായി തീർന്നു പോയി. പേലവചിത്തയാം ഓമന ഡെസ്റ്റമൻ ജീവന്റെ ജീവനായി തീർന്നു പോയി. അല്ലാകിലാഴിക്കടിയിലമൂല്യമായി ഉള്ളതെല്ലാം എനിക്കേകിയാലും, അല്ലാകിലാഴിക്കടിയിലമൂല്യമായി ഉള്ളതെല്ലാം എനിക്കേകിയാലും ബന്ധിക്കുമായിരുന്നില്ലൻ വൈവാഹിക ബന്ധത്തിലെന്റെ സ്വതന്ത്രത ഞാൻ. പേലവചിത്തയാം ഓമന ഡെസ്റ്റമൻ ജീവന്റെ ജീവനായി തീർന്നു പോയി. എന്തായാലും റിച്ചിക്ക് അവളോടൊരു ഇഷ്ടം തോന്നി തുടങ്ങിയിരിക്കും. അവൻ കുളിച്ചു, വേഷം മാറി, നല്ല യാത്രാക്ഷീണം ഉണ്ടായിരുന്നിട്ടും മനസ്സിൽ നല്ല ഉന്മേഷം തോന്നി. അമ്മയുടെ അരികിൽ പോയിരിക്കാൻ മുറിയുടെ വാതിക്കലെത്തിയവൻ വാതിൽ അടഞ്ഞു കിടക്കുന്നു. പയ്യെ തുറന്നു നോക്കുമ്പോൾ അമ്മയുടെ അരികിലിരിക്കുന്നു ഡോണ. അമ്മച്ചി അവിടെ കൈത്തലം പിടിച്ച് തലോടുന്നു. ഡോണ, നീയാണ് എനിക്കിന്നെല്ലാം. എൻ്റെ ആശ്വാസം, എൻ്റെ രാഗവും താളവുമെല്ലാം നീ തന്നെ. എൻ്റെ മനസ്സിൽ നീ താമസമുറപ്പിച്ചു കളഞ്ഞു. അവളുടെ കരതലം പിടിച്ച് വാത്സല്യത്തോടെ ചുംബിക്കുന്ന ആ അമ്മയുടെ ഹൃദയ വികാരങ്ങളെ നമുക്കിങ്ങനെ സംഗ്രഹിക്കാം. നീ ശാന്തമായി, നീരാഗമായി ഈ ഭൗമഹൃദയം കവർന്നെടുത്തു. നീ മൗനിയായി, നീ സാന്ദ്രമായി എൻ ശോകരാജ്യം നിറഞ്ഞു നിന്നു. നീ ശാന്തമായി, നീരാഗമായി ഈ ഭൗമഹൃദയം കവർന്നെടുത്തു. നീ മൗനിയായി, നീ സാന്ദ്രമായി എൻ ശോകരാജ്യം നിറഞ്ഞു നിന്നു. ഈ പ്രപഞ്ചത്തിന്റെ ഏതോ കോണിൽ നീ ജനിച്ചു. ഒരുപക്ഷെ ഏതെങ്കിലും യുഗത്തിൽ നീ എൻ്റെ മകളായി ജനിച്ചിരിക്കാം. എന്നെ പരിചരിച്ച് പരിചരിച്ച് കൊതി തീരാത്തൊരു മകളായി.
ഏകാന്തരാജ്യത്തു നീ പിറന്നു. എങ്ങോ വിദൂരമ പ്രാപഞ്ചിക കോണിൽ ഏകാന്തരാജ്യത്തു നീ പിറന്നു. ഇന്നോളമീ മൗനമഞ്ചം ചുമന്ന് എന്നുള്ളോളമെത്തി നീ കാത്തു നിന്നു. ഇന്നോളമീ മൗനമഞ്ചം ചുമന്ന് എന്നുള്ളോളമെത്തി നീ കാത്തു നിന്നു. നീ ശാന്തമായി നീരാഗമായി ഈ ഭൗമഹൃദയം കവർന്നെടുത്തു. നീ മൗനിയായി നീ സാന്ദ്രമായി എൻ ശോകരാജ്യം നിറഞ്ഞു നിന്നു. എൻ ശോകരാജ്യം നിറഞ്ഞു നിന്നു. ഭർത്താവ് നേരത്തെ തന്നെ എന്നെ തനിച്ചാക്കി എന്നോട് യാത്ര പറഞ്ഞു. മക്കൾ രണ്ടുപേരും വിദേശ രാജ്യങ്ങളിൽ. ചെറുമക്കൾ പോലുമില്ല എൻ്റെ അരികിൽ എനിക്കൊന്ന് താലോലിക്കാൻ. അമ്മച്ചി ഇങ്ങനെ ഓരോന്ന് പറയുന്നില്ലെങ്കിൽ നമ്മുടെ ഡോണ അവളുടെ ജോലികൾ തുടർന്നുകൊണ്ടേയിരിക്കും. കുളിപ്പിച്ച് തോർത്തി നല്ല സുഗന്ധ തൈലം പുരട്ടി അലക്കി തേച്ച വസ്ത്രങ്ങളും അണിയിച്ചു. നന്നായി കുളിപ്പിച്ച വൃദ്ധമാതാവിനെ സുഗന്ധ തൈലം പുരട്ടി. നന്നായി കുളിപ്പിച്ച വൃദ്ധമാതാവിനെ സുഗന്ധ തൈലം പുരട്ടി. വെൺതൂവൽ നിറമോലും വസ്ത്രങ്ങൾ ചാർത്തി വീൽ ചെയറിന്മേലിരുത്തി. വെൺതൂവൽ നിറമോലും വസ്ത്രങ്ങൾ ചാർത്തി വീൽ ചെയറിന്മേലിരുത്തി. നീരവ പൊയ്കയിൽ ഹംസയാനം പോലെ തീന്മേശക്കരികിലെത്തിച്ചു. നീരവ പൊയ്കയിൽ ഹംസയാനം പോലെ തീന്മേശക്കരികിലെത്തിച്ചു. തീന്മേശക്കരികിലെത്തിച്ചു. നോക്കണം, എത്ര അനായാസം വീൽ ചെയറിലെത്തി ആ വൃദ്ധമാതാവിനെ നിശബ്ദമായ ഒരു പൊയ്കയിൽ അരയന്നം നീന്തുന്ന ശാന്തതയോടെ ആ തീന്മേശക്കരികിലെത്തിച്ചു. നന്നായി കുളിപ്പിച്ച വൃദ്ധമാതാവിനെ സുഗന്ധ തൈലം പുരട്ടി. വെൺതൂവൽ നിറമോലും വസ്ത്രങ്ങൾ ചാർത്തി വീൽ ചെയറിന്മേലിരുത്തി. നീരവ പൊയ്കയിൽ ഹംസയാനം പോലെ തീന്മേശക്കരികിലെത്തിച്ചു. തീന്മേശക്കരികിലെത്തിച്ചു. എന്നിട്ട് അവൾ അകത്തേക്ക് പോയി. ഈ സമയത്ത് റിച്ചി വാതിൽ തുറന്ന് ഓടി അമ്മച്ചിക്കരികിലെത്തി. അമ്മച്ചിയുടെ മുഖത്ത് എന്തൊരു ഉണർവ്, എന്തൊരു ഉന്മേഷം! അതവനെ സന്തോഷിപ്പിച്ചു. അമ്മ ഇപ്പോൾ സ്വയം എഴുന്നേറ്റിരിക്കുമോ എന്ന് പോലും അവൻ ശങ്കിച്ചു. മേശപ്പുറത്ത് അടച്ചു വച്ചിരിക്കുന്ന കാസറോളുകൾ തുറന്നപ്പോൾ ചൂട് വെള്ളയപ്പവും ആവി പറക്കുന്ന മട്ടൻ സ്റ്റൂ മണം റിച്ചിയുടെ മനസ്സും കവിഞ്ഞ് തീരാക്കുതി ഉണർത്തി. അമ്മച്ചി, അടുക്കളയിൽ ഇതൊക്കെ ആരാ പാചകം ചെയ്യുന്നത്? നമ്മുടെ ഡോണ, അല്ലാതാരാ? സന്തോഷത്തോടെ അമ്മച്ചി പറഞ്ഞത് അവന് വിശ്വസിക്കാനായില്ല. അമ്മച്ചി, ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ഡോണയെക്കുറിച്ച് അമ്മച്ചിയുടെ അഭിപ്രായം എന്താണ്? ഡോണയെക്കുറിച്ചോ? എടാ, എനിക്കവളൊരു നഴ്സാണ്. അതൊരു പാചകക്കാരിയാണോ? അതോ എൻ്റെ സംരക്ഷകയാണോ? എൻ കിടക്കൈക്കരികിൽ അവളൊരു പരിചയ സമ്പന്നയായ നഴ്സ്. എൻ കിടക്കൈക്കരികിൽ അവളൊരു പരിചയ സമ്പന്നയായ നഴ്സ്. അടുക്കളയിൽ ഏറെ കൈപുണ്യമുള്ളൊരു പാചകക്കാരിയൻ ഡോണ. അടുക്കളയിൽ ഏറെ കൈപുണ്യമുള്ളൊരു പാചകക്കാരിയൻ ഡോണ. മുറി തുടയ്ക്കാൻ,
മുറ്റമടിച്ചു വാരാൻ, വസ്ത്രങ്ങൾ അലക്കാൻ, എല്ലാത്തിനും ഡോണയുണ്ട്. അവൾക്ക് കൂലിയായിട്ട് പണമോ ആഹാരമോ വേണ്ട, ഊർജമായിട്ട് ഇത്തിരി വൈദ്യുതി മാത്രം മതി. പരിഭവമോ പരാതിയോ ക്ഷീണമോ അവൾക്കില്ല. മാമക ജീവിത പാഴ്മരുഭൂവിൽ മാരി ചൊരിഞ്ഞവൾ നിൽപ്പൂ. മാമക ജീവിത പാഴ്മരുഭൂവിൽ മാരി ചൊരിഞ്ഞവൾ നിൽപ്പൂ. എൻ കിടക്കരികിൽ അവളൊരു പരിചയ സമ്പന്നയായ നഴ്സ്. എൻ കിടക്കരികിൽ അവളൊരു പരിചയ സമ്പന്നയായ നഴ്സ്.